പതിവ് പോലെ ഇക്കൊല്ലവും ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ ഒട്ടേറെ വിസ്മയ കാഴ്ചകളാണ് 24 പ്രേക്ഷകർക്കായിട്ട് ഒരുക്കുന്നത്. അതിരുകളില്ലാത്ത ആ വാർത്താ ലോകത്തിൽ പിന്നിട്ട വഴികളിലൂടെ നമ്മളൊന്ന് തിരിഞ്ഞു നടക്കുന്നു. വെറുതെ കാലദേശ പരിമിതികളെ മറികടന്ന 24 മാജിക് സ്ക്രീൻ വിപ്ലവം. മലയാള വാർത്താ മാധ്യമങ്ങളിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന സാങ്കേതിക വിദ്യ ആദ്യമായി അവതരിപ്പിച്ച 24 വാർത്തകളുടെ കാമ്പു തേടിയുള്ള പ്രയാണത്തിലാണ്. ആ പ്രയാണത്തിൽ ഇക്കൊല്ലം പിന്നിട്ട ആദ്യ നാഴികക്കല്ല് അങ്ങ് മാലദ്വീപിലാണ്. മാലദ്വീപിലെ ഭരണമാറ്റം ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിച്ചതെങ്ങനെ? പവിഴദ്വീപിന്റെ ചരിത്രത്തിലൂടെയും ഭൗമരാഷ്ട്രീയത്തിലൂടെയും ഒരു ബോട്ട് സവാരി. എന്താണ് ഇന്ത്യക്ക് മാലദ്വീപ്? പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ ബന്ധം, നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക ബന്ധം. ആ വിസ്മയയാത്ര പിന്നെ നീണ്ടത് അയോധ്യയിലേക്ക്. 2024 ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ചടങ്ങായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം. ചരിത്രവും വിശ്വാസവും രാഷ്ട്രീയവും എല്ലാം കെട്ടുപിണഞ്ഞ മഹാസംഭവത്തിന് 24ന്റെ ദൃശ്യാവിഷ്കാരം. വിഗ്രഹങ്ങൾ നിർമ്മിക്കാനായി നേപ്പാളിലെ കാളിഗണ്ഡകി നദീതീരത്ത് നിന്നാണ് 30 ടണ്ണും 15 ടണ്ണും വീതം ഭാരമുള്ള 2 ഉരുളൻ പാറകൾ എത്തിച്ചത്. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഭരണഘടനയുടെ ഉള്ളറകളിലേക്ക് പഠനയാത്ര തുടർന്നു. ലോകത്ത് 4ാം സ്ഥാനത്താണ് ഇന്ത്യ. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും പിന്നിൽ 1.5 നൂറ്റാണ്ട് നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടനെ പിന്നിലാക്കുകയും ചെയ്തു. പ്രകൃതി ദുരന്തങ്ങളിൽ പകച്ചുപോയ കേരളത്തിന് ഭൂമിശാസ്ത്രപരമായ വസ്തുതകളും വിദഗ്ധർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുരന്ത നിവാരണ ദിശാസൂചിക. കേരളവും പശ്ചിമഘട്ടവും നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉരുൾപൊട്ടൽ പോലുള്ള മാരക ദുരന്തങ്ങൾക്ക് ഹേതുവാകുന്നതെന്നും അവയ്ക്കുള്ള പരിഹാരവും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ ദേശസ്നേഹത്തിന്റെ സ്വാഭിമാനത്തിന്റെ സംഗീതയാത്ര. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് പിന്നാലെ വയനാട്ടിലേക്കുള്ള തുരങ്കപാതാ പദ്ധതി വീണ്ടും ചർച്ചയായി. എന്താണ് തുരങ്കപാതാ പദ്ധതി? വിവരണവുമായി ഒരു വണ്ടി ചുരം കയറി. ആകെ 8.735 കിലോമീറ്റർ ദൂരം. ആനക്കാംപൊയിലിൽ 510 മീറ്ററിലും കല്ലടിയിൽ 115 മീറ്ററും അപ്രോച്ച് റോഡ്. 1 വർഷം പിന്നിട്ട യുദ്ധം മരണം വിതച്ച ഗസയുടെ മണ്ണിലേക്കും നീണ്ടു ആ യാത്ര. ഇരുമ്പ് മറയ്ക്കുള്ളിൽ സുരക്ഷിതമെന്ന് കരുതിയിരുന്നവർ അന്ന് വിറച്ചുപോയി. സാധ്യതകളുടെ പ്രയാണത്തിന് ആകാശവും അതിരുമില്ല. സുനിത വില്യംസ് കണ്ട ബഹിരാകാശ കാഴ്ചകൾ 24ലൂടെ വീട്ടകങ്ങളിലേക്ക്. ഹലോ, എന്തുവായി നോക്കുന്നേ? അല്ല, ഇതിനൊപ്പം ബഹിരാകാശത്ത് പോയൊരു അവരെ കാണുന്നില്ല. അവരെവിടെ? അവര് വരാൻ കുറച്ച് ലേറ്റാവും. വസ്തുതകൾ ഒന്നൊന്നായി ലളിതവും സമഗ്രവുമായി കൃത്യവും വ്യക്തവുമായി പ്രേക്ഷകരിലേക്ക്. വിവരവിനിമയത്തിനൊപ്പം വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് 24 ജൈത്രയാത്ര തുടരുന്നു സാധ്യതകളുടെ 2025ലേക്ക്. ന്യൂസ് ഡെസ്ക് 24.